2018 ഒരു പ്രളയം നടന്നില്ലേ? അന്നത്തെ എന്റെ വീടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അന്ന് വയനാട്ടിൽ ഉരുൾ പൊട്ടിയ മണ്ണും മരങ്ങളും വേസ്റ്റും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ നാട്ടിലാണ് വന്ന് അടിഞ്ഞത്. മാസങ്ങളോളം പല നാട്ടിൽ നിന്നും പല ജില്ലയിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടാണ് ഞങ്ങളെ വീടൊക്കെ പഴയ പോലെ ആയി കിട്ടിയത്. ഈ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് തന്നെ അറിയുള്ളൂ. ഇന്റെയൊക്കെ വീടിന്റെ മുകളിൽ നിന്നാണ് മണ്ണ് കളച്ചെടുത്തിരുന്നത്. അതേപോലെ ഉള്ളിൽ മണ്ണ് അടിഞ്ഞുകൊണ്ട് ഡോറ് പിക്കാസ് കൊണ്ട് പൊളിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. അവിടേക്ക് പണിക്ക് വന്ന ഓരോരുത്തർക്കും അവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ ദിവസം കൈക്കോട്ട് കൊണ്ടുവന്ന ആൾക്കാർ പിറ്റത്തെ ദിവസം പിക്കാസും കൊണ്ടാ വന്നത്. അത്രക്കും കട്ട ചളിയാണ് അവിടെ നിന്ന് കിട്ടിയത്. എടാ 2018 ഇതൊക്കെ നേരിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. 2026 ആയപ്പോ ഞാനൊരു പ്രവാസിയാണ്. നാട്ടിൽ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് ഒന്ന് തുറന്നൊക്കെ എന്താ കാണുന്നത്. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോയാൽ റിപ്പോർട്ടർമാർക്ക് എന്താ അറിയേണ്ടത് അറിയോ? അവിടെ വി.ഡി. സതീശനാണോ വലുത്, പിണറായി ആണോ വലുത്? അതാണ് ഇപ്പോൾ ചോദ്യങ്ങള്. അല്ലാതെ ആ കുടുംബത്തിൽ ഇനി എത്ര ആൾക്കാർ ബാക്കിയുണ്ടെന്നോ, അവർക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നോ, അല്ലാതെ അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്നോ അതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഇപ്പോഴും മത്സരമാണ്. വി.ഡി. സതീശനാണ് വലുത്, അല്ല പിണറായി ആണ് വലുത്. ഇതിന്റെ മത്സരം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കുടുംബങ്ങളൊക്കെ ഇനി ഒന്നേന്ന് വേണം തുടങ്ങാൻ. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കുക. അല്ലാത്ത വശം ഈ തമ്മിൽ വിഷം കുത്തിവെക്കരുത്.